നമസ്കാരം. ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്ന കാര്യം വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പ്രകൃതി ഉള്ളിടത്തോളം കാലം ഈ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നേരെ വിഷയത്തിലേക്ക് കടക്കട്ടെ. സൈക്കിക് അറ്റാക്കിനെ കുറിച്ചാണ് ഇപ്പോൾ പ്രതിപാദിക്കാൻ പോകുന്നത്. ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഫോൺ വിളിക്കുകയും കാലത്ത് രാവിലെ ഒരു 6:30 മണിക്കാണ് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് സ്വപ്നത്തിലുണ്ടായ അനുഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. സംഭവം ഇങ്ങനെയാണ്. ഇന്നലെ കാലത്ത് ഒരു 6-6:15 ആകുമ്പോൾ ആ കുട്ടിയെ വിളിച്ചിട്ട് എഴുന്നേക്കാതെ മടി പിടിച്ച് കിടക്കുകയായിരുന്നു. സ്വപ്നത്തിൽ പെട്ടെന്ന് എന്തോ കണ്ട് ഞെട്ടി ഉണർന്നപ്പോൾ ഉണ്ടായൊരു സംഭവം ഇങ്ങനെയാണ്. ഒരു ഊർജ്ജം, ഏതോ ഒരു ഭീകര രൂപമായിട്ടുള്ളൊരു ഊർജ്ജം ആ കുട്ടിയുടെ കാലിൽ കൂടെ കയറി തോളിലെ പിടിച്ച് ഞെരുക്കി ശരീരത്തിൽ കയറാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പം അതിനുശേഷം പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും കൈകാലുകളിൽ തരിപ്പും വിറയലും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് എന്നെ ഫോൺ വിളിച്ച് ആ കുട്ടിയുടെ രക്ഷകർത്താവ് വിളിച്ച് പറയുകയുണ്ടായത്. അപ്പോൾ തന്നെ ഹീലിംഗ് നൽകുകയും ആ കുട്ടിക്കുണ്ടായ പേടിയും അതുമായിട്ട് അനുബന്ധമായ ഊർജത്തിൻ്റെ മാറ്റങ്ങൾ, പ്രഭാവലയത്തിലും ഓരോ കോശങ്ങളുണ്ടായ മാറ്റങ്ങളെ ഹീലിംഗ് നൽകി ആ ഫിയറും ആങ്സൈറ്റിയും മാറ്റുകയും അതിൽ നിന്ന് മോചനം നടത്തി കൊടുക്കുവാനും സാധിക്കുകയുണ്ടായി. എല്ലാം ഗുരുകൃപ കൊണ്ട് മാത്രമാണ് സാധിച്ചത്. ഈ ഗുരു ഇത്തരത്തിലുള്ള വിദ്യകൾ പഠിപ്പിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരാൾ എന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ സഹായിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. സൈക്കിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓറ അഥവാ പ്രഭാവലയത്തിലോ ആധാരചക്രങ്ങളിലോ ഉണ്ടാകുന്ന അദൃശ്യമായ ബാഹ്യമായ ഇടപെടലുകളുടെ ഊർജത്തിൻ്റെ അറ്റാക്കാണ്. എപ്പോഴാണിത് സംഭവിക്കുന്നത്? നമ്മുടെ പ്രാണൻ ജീവകാന്ത ശക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം, ജീവകാന്ത ശക്തിയിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, നാം കഴിക്കുന്ന ഭക്ഷണം സപ്തധാതുക്കളായി മാറുന്നു. അപ്പം ഏറ്റവും ഒടുവിൽ അത് മാറുന്നത്, അതായത് 7 ധാതുക്കളായി മാറുന്നെന്ന് പറഞ്ഞു. രക്തം, മജ്ജ, മാംസം, അങ്ങനെ ലാസ്റ്റിൽ അത് ശുക്ലം അഥവാ സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡായിട്ട് മാറുന്നു. ഈ സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡിൻ്റെ സ്റ്റോക്കാണ് നമ്മുടെ ഹെൽത്തിന് ആധാരം. അതായത് ഓരോ കോശങ്ങളിലെയും നിലനിൽപ്പിനും കൂടെ ഈ വൈറ്റൽ ഫ്ലൂയിഡിന് ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഒരു ബോണ്ടിങ്. നമ്മുടെ ഓരോ ഇഷ്ടിക കെട്ടുമ്പോൾ ഓരോ ഇഷ്ടികയ്ക്കിടയ്ക്ക് ചാന്ത് വെച്ച് വയ്ക്കുന്ന പോലെ ആ ചാന്തിലുണ്ടായിരുന്ന വിടവുകളുണ്ടായാൽ ഒരു കട്ട ഇളകിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ ഫൗണ്ടേഷനിൽ ഒരു കട്ട ഇളകിക്കഴിഞ്ഞാൽ മൊത്തം ഭിത്തിയും താഴെ പോകുന്ന പറയുന്ന പോലെ ഒരു സംഭോഗവേളയിൽ 40 അങ്കുലീയം പ്രാണൻ നഷ്ടമാകുന്നെന്ന് വൈദ്യജഗത്തിലെ സിദ്ധവൈദ്യത്തിലെ 13ാമത്തെ ശ്ലോകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണരീതി അനുസരിച്ച് ലൈംഗികമായ ആഗ്രഹങ്ങളും ആസക്തി ഉണ്ടാകുന്ന രീതിയിലുള്ള ഭക്ഷണക്രമവും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സർക്കംസ്റ്റാൻസസും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അമിതമായി നമ്മുടെ വൈറ്റൽ ഫ്ലൂയിഡിനെ നഷ്ടമാക്കുന്ന വഴി ജീവകാന്ത ശക്തിയിൽ കോട്ടം സംഭവിക്കുകയും, അതായത് നമ്മുടെ ഓറയിൽ മാറ്റം ഉണ്ടാകുകയും, മുമ്പ് പറഞ്ഞ പോലെ ആ ബോണ്ടിങ്ങിൽ മാറ്റം ഉണ്ടാകുകയും
പ്രാണൻ്റെ അളവ് കുറയുമ്പോൾ, എക്സ്റ്റേണലായിട്ടുള്ള ഫ്രീക്വൻസിയിൽ, അതായത് നമ്മൾ പ്രാണൻ്റെ അളവ് കുറയുമ്പോൾ ലോവർ ഫ്രീക്വൻസിയിലേക്ക് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സൈക്കിക് അറ്റാക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. സൈക്കിക് അറ്റാക്ക് പല രീതിയിലുണ്ട്. അതിൽ ഉണ്ടായ ഒരു കാര്യം ആണ് പ്രതിപാദിച്ചത്. ഇപ്പോൾ പ്രാണൻ്റെ അളവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു വയ്ക്കുകയും, നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, കാലത്ത് പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുമ്പോൾ, അതായത് ജോലിക്കോ സ്കൂളുകളിലോ യാത്രയ്ക്കോ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായി ക്ഷീണം ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഇത് നമ്മുടെ പ്രഭാവലയത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. പണ്ട് കാലത്ത് നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ കയ്യും കാലും കഴുകി തളിച്ച് വേണമായിരുന്നു കയറാൻ. അതിന് വീടിൻ്റെ ഉമ്മറത്ത് ഒരു കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാകാം. പ്രാണനിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെ ശുദ്ധീകരിച്ച് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറാനായിരുന്നു അന്ന് അങ്ങനെ ചെയ്തു പോയിരുന്നത്. വേറെ ചില കാരണങ്ങൾ പ്രാണൻ നഷ്ടമാകാൻ അല്ലെങ്കിൽ ഊർജ്ജത്തിൽ മാറ്റം ഉണ്ടാകാനുള്ള കാരണം ഗ്രഹങ്ങളുടെ സ്ഥിതി, വ്യാഴം മറ്റും അനുകൂലമല്ലാത്തൊരവസ്ഥയിൽ, ദൈവാധീനമില്ലാത്തൊരവസ്ഥയിൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രശ്നമാർഗത്തിൽ, ജ്യോതിഷത്തിൽ പ്രശ്നമാർഗത്തിൽ കവട വയ്ക്കുമ്പോൾ തന്നെ ഉപദ്രവമോ ബാധാ സാന്നിധ്യമോ ഉണ്ടോ എന്നുള്ളത് ആ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ, അതിൻ്റെ സ്ഥിതികൾ, ആ ഏത് രാശിയിലാണോ ഗ്രഹങ്ങളനുസരിച്ച് നിൽക്കുന്നതനുസരിച്ച് ജ്യോതിഷന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും അന്ധവിശ്വാസമല്ല. ഇറ്റ്സ് എ റിയൽ സയൻസ് വേർ ഇറ്റ് ഹാസ് ബീൻ പ്രൂവൺ ബൈ ദ മോഡേൺ സയൻസ്. മോഡേൺ സയൻസിൽ ലൈറ്റിൻ്റെ എനർജിയും ഒക്കെ എടുക്കാനായിട്ട് ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി, പിപ്പ് ഫോട്ടോഗ്രാഫി പോലുള്ള ഉപകരണങ്ങളുണ്ട്. അതനുസരിച്ച് അദൃശ്യമായ ശക്തികളുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നുള്ളത് സയൻസ് ഇന്ന് തെളിയിച്ചിട്ടുണ്ട്. ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സയൻറ്റിസ്റ്റ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുകയല്ല. സയൻസ് ഈസ് അക്കോർഡിംഗ് ടു ദി സയൻറ്റിസ്റ്റ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ പ്രാണൻ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി ദേഹശുദ്ധി, പരിസരത്ത് നമ്മൾ ഉണ്ടാകുന്ന നമ്മുടെ നീറ്റ്നെസ് ആൻഡ് ക്ലീൻനെസ്, നമ്മുടെ വീടിൻ്റെ ഊർജ്ജം നമ്മൾ നിലനിർത്താനും നമ്മൾ ബാധ്യസ്ഥരാണ്. അലങ്കോലികമായി അലക്ഷിതമായി ഇട്ട് കഴിഞ്ഞാൽ, എന്തിന് 6 മാസത്തിൽക്കുള്ളിൽ ഉപയോഗിക്കാത്ത ഒബ്ജക്റ്റുകൾ, വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. പല കാര്യങ്ങൾ ഇതുമായിട്ട് അനുബന്ധമായിട്ട് ഉണ്ട്. ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടും ഈ വീഡിയോ കണ്ടും അതിലെ കണ്ടൻറ്റ് മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചിലർക്കൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓറ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, പ്രഭാവലയത്തിനെ സൈക്കിക് അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ സൈക്കിക് അറ്റാക്ക് എൻ്റെ ജീവിതത്തിലും പല ആവർത്തി അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇതിനൊരു ഊന്നൽ നൽകി ഇതിനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. സൈക്കിക് അറ്റാക്കിനെ കുറിച്ചൊരു പുസ്തകം എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ അനന്തര കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വീഡിയോ ഇത്തിരി നീണ്ടുപോയി എന്നുള്ളതിൽ ക്ഷമ ചോദിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം.